ഒരു വീട്ടമ്മയായി സ്വയം ഒതുങ്ങിക്കൂടാതെ തൻ്റെ ജീവിതാനുഭവങ്ങളെ അക്ഷരങ്ങളിലേക്ക് പകർന്നുകൊണ്ട് എഴുത്തിൻ്റെ ലോകത്ത് വേറിട്ട് സഞ്ചരിച്ച എഴുത്തുകാരിയും കർഷകയുമായ രമാദേവി രവീന്ദ്രനാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ അതിഥി. ഞാൻ ജനിച്ചത് മുല്ലക്കര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. പഠിച്ചത് കല്ലറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ അവിടെ ആയിരുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രിയും നിലമേൽ NSS കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് MSc മാത്സും പഠിച്ചു തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് മാത്സിൽ. അത് കഴിഞ്ഞ ഉടനെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് അബുദാബിയിലേക്ക് പോയി. അബുദാബിയിലായിരുന്നു അന്ന് ഹസ്ബൻഡ് ജോലി. അപ്പോൾ ഒരു വർഷമല്ല, ഒരു 10 മാസം കഴിഞ്ഞപ്പം അബുദാബിയിലോട്ട് പോയി. പിന്നെ അവിടെ തന്നെ ആയിരുന്നു, കുറേ നാളുകളോളം അവിടെ ആയിരുന്നു. പിന്നെ ഒരു 10 വർഷത്തോളം എഴുത്തും വായനയും ഒന്നുമില്ലാതെ, അക്ഷരങ്ങളോടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം 2000-ന് ശേഷമാണ് അക്ഷരലോകത്തേക്ക് കടക്കുന്നത്. എന്നുവെച്ചാൽ അവിടെ ഈ റേഡിയോ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. ഇപ്പം 2000-ൽ ഏഷ്യാനെറ്റ് അവിടെ ഒരു റേഡിയോ തുടങ്ങി ദുബായിൽ. അപ്പം അത് തുടങ്ങിയപ്പോൾ കേൾക്കാനൊരു വലിയ താല്പര്യം തോന്നി. അങ്ങനെ അതിലെ എല്ലാ പരിപാടികളും കേൾക്കുകയും അതിലേക്ക് എഴുതുകയും കത്തുകളും അല്ലാതെ സ്ക്രിപ്റ്റുകളായിട്ടും അങ്ങനെ പലതും എഴുതി അയക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എഴുതുമ്പോൾ അവരൊക്കെ റേഡിയോ കലാകാരന്മാരുടെ ഒരു നല്ല പ്രോത്സാഹനം എനിക്ക് കിട്ടി. കവിത ഒക്കെ എഴുതാൻ പറ്റും, നല്ല ഭാഷയാണ്, കവിത എഴുതിക്കൂടെ, കഥ എഴുതിക്കൂടെ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെയാണ് കൊച്ചു കവിതകളും കഥകളും ഒക്കെ എഴുതാൻ തുടങ്ങിയത്. അതിനുശേഷം മനോരമയുടെ ഗൾഫ് പേജിൽ, മനോരമ പത്രത്തിൻ്റെ ഗൾഫ് പേജിൽ കൊച്ചു കഥകളൊക്കെ എഴുതി പിന്നെ അയച്ചു കൊടുക്കുമായിരുന്നു. അയച്ചിരുന്നപ്പോൾ അവരത് പ്രസിദ്ധീകരിച്ച് കണ്ടപ്പോൾ വീണ്ടും ആത്മവിശ്വാസം ഉണ്ടായി. അങ്ങനെ കൊച്ചു കവിതകളും പിന്നെ കഥകളും പിന്നെ കുറച്ച് വലിയ കഥകളും ഒക്കെ എഴുതി അങ്ങനെ കുറേ പ്രസിദ്ധീകരിച്ചു അവർ. അതുപോലെ തന്നെ അവിടെ ഗൾഫ് നാട്ടിലുള്ള ഒട്ടനവധി ആനുകാലികങ്ങളിൽ പിന്നെ എഴുതി അയക്കാൻ തുടങ്ങി. എല്ലാത്തിലും പ്രസിദ്ധീകരിച്ചു വന്നു. അങ്ങനെ ഒരു കളക്ഷൻ, കുറേ കഥകളും കുറേ കവിതകളും എഴുതി കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അന്നിങ്ങനെ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കണം, അതിനുള്ള ഗുണം ഉണ്ടോ എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ചില സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം കൊണ്ടാണ് പിന്നെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കണം എന്ന് തോന്നിയത്. 2017 ഒരു കവിതാ സമാഹാരം, 52 കഥകളുടെ സമാഹാരം, അത് കവിത അല്ലത് ഹൃദയമാണ് എന്ന പേരിലുള്ള സമാഹാരം 2017 പ്രസിദ്ധീകരിച്ചു. അത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. അതിനെന്നെ സഹായിച്ചത് സഫറുള്ള എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകനും എൻ്റെ സുഹൃത്തുമായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രചോദനം കൊണ്ട് മാത്രമാണ് ഞാൻ അന്നത് പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം പിന്നെ കഥകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം കഥകൾ പ്രസിദ്ധീകരിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നിട്ട് നടന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് അങ്ങനെ ഒരു കാര്യം നടന്നത്. കല്ലറ ഹൈസ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ, കല്ലറ ഹൈസ്കൂളിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. മണൽക്കാറ്റിൽ അടരാത്ത മഞ്ഞുപൂക്കൾ എന്ന പേരിൽ 24 കഥകളുടെ സമാഹാരം. 35 വർഷം ഞങ്ങൾ അബുദാബിയിലായിരുന്നു. ഇപ്പം നാട്ടിൽ എത്തിയിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഇപ്പം കൃഷിയും കോഴി വളർത്തലും പശു വളർത്തലും അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് എഴുത്തും അങ്ങനെ പോകുന്നു. കവിത അല്ലിത് ഹൃദയമാണ് എന്ന് ഒരു പുസ്തകത്തിന് പേരിടാൻ തോന്നിയത് കാരണം ഞാൻ മലയാളം ഭാഷയല്ല പഠിച്ചത്. ഞാൻ മാത്സ് ആയിരുന്നു, MSc വരെ പഠിച്ചത് മാത്സ് ആയിരുന്നു. അപ്പം മലയാള ഭാഷയിൽ വലിയ പാണ്ഡിത്യമൊന്നുമില്ല. പിന്നെ എന്തോ ഇങ്ങനെ വീട്ടിലെ അടുക്കള ജോലികൾക്കിടയിലൊക്കെ വരികൾ തോന്നും, മനസ്സിൽ കുറേ വരികൾ ഓർമ്മ വരും, അതൊക്കെ ഇങ്ങനെ കുറിച്ച് വയ്ക്കും. അങ്ങനെയുള്ള കവിതകളാണ് ഞാൻ എഴുതിയത്. അപ്പോൾ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വരികളാണിത് എല്ലാം. അതിന് ഒരു കവിതയുടെ മട്ടും ഭാവവും ഒക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിന് അലങ്കാരമോ വൃത്തമോ അങ്ങനെ ഒന്നുമില്ല, ഞാൻ വെറുതെ എഴുതുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പേരിട്ടത്.
മണൽക്കാറ്റിൽ അടരാത്ത മഞ്ഞുപൂക്കൾ എന്ന കഥാസമാഹാരത്തിന് പേരിട്ട് ഞാൻ തന്നെയാണ്. അപ്പോൾ അതെനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ 23 വയസ്സ് വരെ എൻ്റെ നാട്ടിലായിരുന്നു, എൻ്റെ ഗ്രാമത്തിലായിരുന്നു. 23 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞ് അബുദാബിയിലേക്ക് പോയതും ആ മണൽ നാട്ടിലേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ടും എൻ്റെ ഈ നാടിനോടുള്ള സ്നേഹവും ആ ഒരു വാത്സല്യവും ഇവിടെയുള്ള മനുഷ്യരും എല്ലാം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഈ മണൽക്കാറ്റിലും ആ നാട്ടിൻപുറത്തിൻ്റെ നന്മകളും ആ സ്നേഹവും ആ വാത്സല്യവും ഒന്നും എൻ്റെ നിന്ന് അടർന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. കഥകളായാലും അനുഭവങ്ങളിലൂടെ അറിഞ്ഞ കഥകൾ, ചുറ്റിനുമുള്ള കഥകൾ, പലരുടെയും അനുഭവങ്ങളും, അങ്ങനെ ഞാൻ കാണുന്ന കുറേ എന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറേ അനുഭവങ്ങൾ, എന്നാൽ സന്തോഷിപ്പിക്കുന്ന പിന്നെ തമാശയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് കഥകളിലൂടെ എഴുതിയിരിക്കുന്നത്. പിന്നെ കവിതകളെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ചില സമയത്ത് ഏതെങ്കിലുമൊക്കെ വരികൾ വരും. അതിങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ അതും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സമൂഹത്തിനോടുള്ള ഒരു പ്രതിഷേധവും ഒരു സ്നേഹവും പിന്നെ പലതും അതിനകത്ത് വരുന്നുണ്ട്. അമ്മലർമേനി കണ്ടത്ഭുതം കൂറി, 1000 ചിന്തകൾ ചിത്തത്തിലൂറി, അശ്രുപുഷ്പങ്ങൾ അലർന്നു വീണു. കാലമിതെത്രയായി ഒരു കുഞ്ഞു സായുജ്യം, കരളിനെ തഴുകുവാൻ കാത്തിരിക്കുന്നു ഞാൻ. കയറിയിറങ്ങുന്നു ആതുരാലയങ്ങളും കുംഭസാരത്തിനായി തീർത്ഥസ്ഥലങ്ങളും. എഴുതാൻ എനിക്ക് കഴിയുമെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു, റേഡിയോ പ്രോഗ്രാമുകളിൽ ഞാൻ കത്തുകളും സ്ക്രിപ്റ്റുകളും ഒക്കെ എഴുതി അയക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം, അവരുടെ നല്ല വാക്കുകൾ, എല്ലാ റേഡിയോകളും അവിടെ ഒരു 3-4 റേഡിയോകളുണ്ടായിരുന്നു പിന്നെ ഗൾഫ് നാട്ടിൽ. അതിലെല്ലാത്തിലും ഞാൻ എഴുതും, പങ്കെടുക്കും, പല പരിപാടികളിലും പങ്കെടുക്കും. അപ്പോൾ ആ കലാകാരന്മാരുടെ പ്രോത്സാഹനമാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ മനോരമ പത്രത്തിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം, പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം. പറഞ്ഞു സബറുള്ള എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏറ്റവും വലിയ സഹായം എല്ലാം ചെയ്തു തന്നത്. അങ്ങനെയുള്ള കുറേ പേരുടെ പ്രോത്സാഹനവും സഹായവും ഒക്കെ കിട്ടിയപ്പോൾ, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് എഴുതാൻ കഴിയും, ഞാൻ എഴുതുന്നത് എല്ലാവരും അംഗീകരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. സ്ത്രീ ശാക്തീകരണം ഇന്നത്തെ കാലത്ത് സ്ത്രീയും പുരുഷനും തുല്യത കൈവരിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇന്ന് പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ, പുതിയ തലമുറയിലെ ഒരുപാട് സ്ത്രീകൾ നമ്മൾ പണ്ടെത്തിപ്പെടാത്ത പല മേഖലകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും പൂർണ്ണമായും അത് ശരിയായിട്ടില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ട്, എനിക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിയില്ല എന്ന് ചില സ്ത്രീകളിലുണ്ട്. അതുകൂടാതെ അവരുടെ കുടുംബം, അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഭർത്താവിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രോത്സാഹനമാണ് സ്ത്രീകളെ മുന്നോട്ട് വരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് ഇപ്പോഴും ചില കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൃഷിയിൽ ഇപ്പം മെയിനായിട്ട് ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അവിടെ റബ്ബർ ആയിരുന്നു നേരത്തെ, അതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നു. 1 ഏക്കറിൽ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. പിന്നെ കശുമാവ്, പിന്നെ പ്ലാവ്, പിന്നെ മറ്റുള്ള ഫലവൃക്ഷങ്ങൾ, തെങ്ങ്, അങ്ങനെ എല്ലാം വീട്ടാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഒരു കുറച്ചാണെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ 2 പേരുടെയും കുടുംബങ്ങൾ അടിസ്ഥാനപരമായി കൃഷിക്കാരായിരുന്നു. ഹസ്ബൻഡിൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും, ഞാൻ അപ്പൂപ്പൻ്റെ കൂടെയാണ് വളർന്നതൊക്കെ, അപ്പോൾ അപ്പൂപ്പനും ഒക്കെ കൃഷിക്കാരായിരുന്നു. അപ്പോൾ ആ കൃഷി കണ്ട് കുട്ടിക്കാലം മുതൽ വളർന്നത് കാരണം കൃഷിയോട് അന്ന് തൊട്ടേ വലിയ താല്പര്യമുണ്ട്. അബുദാബിയിലായിരുന്നപ്പോഴും
പിന്നെ ബാൽക്കണിയിൽ വളരെ പരിമിതമായ സ്ഥലമേ ഉള്ളൂ എങ്കിലും അവിടെയും ചെറിയ കൃഷികളും ചെറിയ പച്ചക്കറികളും പിന്നെ കുറച്ച് പൂക്കളും ഒക്കെ വളർത്തിയിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അതിന് ഒരുപാട് സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്. അപ്പോൾ ഒരു കൃഷിയെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി ചിന്തിക്കാൻ കാരണം അതിന് തുടക്കത്തിൽ മുതൽ മുടക്ക് കൂടുതലുണ്ടെങ്കിലും പിന്നീട് പരിപാലനമൊക്കെ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു കൃഷിയാണ്. പിന്നെ നല്ല ഒരു ആരോഗ്യദായകമായ ഒരു ഫ്രൂട്ടാണ്. പിന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലാണ്, കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. പിന്നെ പാക്കിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ടാണ് അതിലേക്ക് തിരിഞ്ഞത്. അപ്പം കേരളത്തിൽ ഇന്ന് വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഭരതന്നൂർ വിജയൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒരു 15 ഏക്കറിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ തൈകളൊക്കെ വാങ്ങിയതും ഇവിടെ വച്ച് പിടിപ്പിച്ചതും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് പടർത്തുന്നത് ഈ പോസ്റ്റിലാണ്. ഇനിയിപ്പോൾ ഈ 1 വർഷം കഴിയുമ്പോൾ അത് പിന്നെ കായ്ക്കാൻ തുടങ്ങും. ഒരു പൂ വന്ന് 28ാമത്തെ ദിവസം അത് പഴമാവും. അപ്പോൾ അങ്ങനെ പഴമായി കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസമൊക്കെ പിന്നെ ഫ്രിഡ്ജിലല്ലാതെ തന്നെ പുറത്ത് തന്നെ ഇരിക്കും, കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് തിരിയണമെന്നൊരാഗ്രഹം തോന്നിയത്. പിന്നെ മെക്സിക്കോയാണ് ഇതിൻ്റെ ജന്മദേശം. ഇന്ന് എല്ലാ വിയറ്റ്നാമിലും മലേഷ്യയിലും എല്ലായിടത്തും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ യാത്രകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിലേറ്റവും കൂടുതൽ ഇഷ്ടം ട്രെയിൻ യാത്രകളായിരുന്നു. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു ട്രെയിൻ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായത്. അതിനുശേഷം പിന്നെ അധികം യാത്രകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഗൾഫ് നാട്ടിൽ നിന്നപ്പോഴും അബുദാബിയിൽ നിന്നപ്പോഴും കുട്ടികളും പിന്നെ ജോലി തിരക്കും ഒക്കെ കാരണം എങ്ങും പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ മക്കളൊക്കെ 12ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അവർ നാട്ടിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് ഒരു ദൂരയാത്രയെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ ആദ്യം പോയത് സിംഗപ്പൂർ, മലേഷ്യ ഒരു ടൂറിനാണ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ലണ്ടൻ, പിന്നെ ജോർജിയ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. അത് കഴിഞ്ഞപ്പം കോവിഡൊക്കെ വന്നു. കോവിഡ് വന്നപ്പോൾ പിന്നെ എങ്ങും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം കോവിഡിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം പോയത് ലഡാക്ക് കാണണമെന്നൊരു വല്ലാത്ത മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ ലഡാക്ക് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ കാശ്മീരിലേക്ക് കഴിഞ്ഞ മാസം കാശ്മീരിലേക്കും ഒരു യാത്ര പോയി. യാത്രകൾ മനസ്സിനെ ഒരുപാട് നല്ല രീതിയിൽ സ്വാധീനിക്കും. ഓരോ നാടിൻ്റെ കൾച്ചറും അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവവിശേഷങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വാംശീകരിക്കാൻ യാത്ര ഒരുപാട് സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവാഹ ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം വേണമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇന്നത്തെ പുതിയ തലമുറയിൽ ഞാൻ കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. രണ്ടുപേരും പരസ്പരം സഹകരിച്ച് രണ്ടുപേരും ഒരേ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്ത്രീക്കും പുരുഷനും അത്രയ്ക്ക് അങ്ങോട്ട് തുല്യമായ ഒരു പ്രാധാന്യം വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം പുരുഷൻ എപ്പോഴും ഒരു പടി മുകളിൽ, അല്പം മുകളിൽ, പുരുഷൻ ഒരല്പം മുകളിൽ നിന്നാലും പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. പിന്നെ പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കുന്നവനായിരിക്കണം, എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാവൂ. ഇപ്പം പല വീടുകളിലെന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്നത് പുരുഷന്മാർ സ്ത്രീകളെ സംരക്ഷിക്കുന്നില്ല, കുടുംബം നോക്കുന്നില്ല. സ്ത്രീകൾ അധ്വാനിച്ചിട്ടാണ് ആ ഒരു കുടുംബം കൊണ്ടുപോകുന്നതും മക്കളെ വളർത്തുന്നതുമൊക്കെ. ആ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയിൽ സാമ്പത്തികമായി കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന നല്ല ജോലി ചെയ്യുന്ന കുടുംബങ്ങളിലൊക്കെ ഇന്ന് സ്ത്രീയും പുരുഷനും തുല്യത ആഗ്രഹിക്കുന്നവരാണ്. ആ തുല്യതയോടെ തന്നെ ജീവിച്ചു പോകുന്നവരുമാണ്. ഞാൻ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഒരു വീട്ടമ്മയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക, വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
കൃത്യമായി ചെയ്യുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക എന്നതൊക്കെ തന്നെയാണ് എൻ്റെ പ്രഥമ പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന ഒരു സമയത്താണ് ഞാൻ എഴുത്തിനായി ഉപയോഗിക്കുന്നത്. അതും വീട്ടിലാരും ഇല്ലാത്ത സമയത്ത്, ഭർത്താവും മക്കളും ഒന്നും ഇല്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം അവരോടൊപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ ഇങ്ങനെ കൃഷിയും മറ്റേ കോഴി വളർത്തലും കന്നുകാലി വളർത്തലും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ ആളുണ്ട്. എങ്കിൽ തന്നെയും എനിക്കിഷ്ടമുള്ള കാര്യമാണ്, ഒരുപാട് ഇഷ്ടമാണ് കൃഷിയും പൂന്തോട്ട നിർമ്മാണവും ഒക്കെ, ചെറിയ രീതിയിലൊക്കെ. അതൊക്കെ അധികം പണം ചിലവാകാത്ത രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. എഴുത്തിലേക്ക് എത്തുന്നതിന് ഒരു ചെറിയ ഒരു സ്പാർക്ക് എവിടെന്നെങ്കിലും, ചിലപ്പോൾ അനുഭവത്തിൽ നിന്നോ പുറത്ത് പോകുമ്പോൾ കാണുന്നതോ അല്ലെങ്കിൽ വായനയിൽ നിന്നോ എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു ചെറിയ സ്പാർക്ക് മനസ്സിലുണ്ടാവും. അത് വെച്ചാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. എഴുതാൻ തുടങ്ങിക്കഴിയുമ്പോൾ അറിയാതെ പേജുകളോളം ചിലപ്പോൾ എഴുതാൻ കഴിയും. അങ്ങനെയാണ് എഴുത്ത് പുരോഗമിക്കുന്നത്. പിന്നെ അബുദാബിയിലായിരുന്നപ്പോൾ അധികം സാഹിത്യ ഗ്രൂപ്പുകളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഫേസ്ബുക്കിലൂടെയാണ് കൂടുതൽ എഴുതിക്കൊണ്ടിരുന്നത്. നാട്ടിൽ വന്നപ്പോഴും അതുപോലെയുള്ള ഈ നവമാധ്യമത്തിലൂടെ എഴുതുക, അതിലൂടെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. അങ്ങനെ ഇവിടെ നാട്ടിലുള്ള എന്നെ അറിയുന്ന കുറേ സുഹൃത്തുക്കൾ, അവർ പല പരിപാടിക്കും വിളിക്കുകയും സഹകരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക്, പല കൂട്ടായ്മകളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ വെച്ച് എനിക്ക് എഴുതാൻ ഒരുപാട് സമയം കിട്ടുമായിരുന്നു. കാരണം ഭർത്താവ് രാവിലെ 6:30 മണിക്ക് ഓഫീസിലേക്ക് പോയാൽ രാത്രിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞാലും എനിക്ക് എഴുതാനുള്ള ധാരാളം സമയം കിട്ടും. പക്ഷേ ഇന്ന് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഒരു സമയം കിട്ടുന്നില്ല. കാരണം പലവിധ കാര്യങ്ങളാണ്, വീട്ടുകാര്യങ്ങളുണ്ട്, പിന്നെ പല ഫംഗ്ഷനുകൾ, കല്യാണം, നിശ്ചയം, മരണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ മക്കൾ 2 പേരും ഇവിടെ ജോലി ചെയ്യുകയാണ്. ഒരാൾ ISROയിലാണ് തിരുവനന്തപുരത്ത്, ഒരാൾ ബാംഗ്ലൂരാണ്. 2 പേരും വിവാഹിതരാണ്. മൂത്ത മോനൊരു കുഞ്ഞുണ്ട്, 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവനെ നോക്കുന്ന ചുമതലയൊക്കെ എനിക്കായിരുന്നു, മരുമകൾക്ക് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു 2.5 വർഷമായിട്ട് അധികമൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല. നേരത്തെ എഴുതി വച്ചിരുന്ന കഥകളൊക്കെ ചേർത്ത് ഇപ്പം വീണ്ടും ഒരു കഥാസമാഹാരത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയം എഴുതാൻ വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഞാൻ അബുദാബിയിലായിരുന്നപ്പോഴാണ് ഇളയ മോനും 12ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഫേസ്ബുക്കിലേക്കൊക്കെ കയറുന്നത്. അതുവരെ പലരും പറയുമായിരുന്നു, റേഡിയോയിലുള്ള ആൾക്കാരൊക്കെ പറയും അതിലെന്ത് കയറിക്കൂടെ എന്ന്. അപ്പം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ മോനും തിരിച്ചിങ്ങ് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ, ഒറ്റപ്പെട്ട പകലുകളിൽ വേറൊന്നും ചെയ്യാനില്ല, എഴുത്തും ഇതൊക്കെ തന്നെയാണ്. അപ്പോഴാണ് ഈ ഫേസ്ബുക്കിലൊക്കെ കയറി തുടങ്ങിയത്. ഫേസ്ബുക്കിലൂടെ എഴുതി തുടങ്ങിയപ്പോൾ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് പ്രോത്സാഹനവും കിട്ടി. അതിലൂടെ തന്നെയാണ് കൂടുതൽ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിയതും വളർന്നതും. അല്ലാതെ ആനുകാലികങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച വളരെ കുറച്ച് പേരെ വായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാലത്ത് പിന്നെ അങ്ങനെയുള്ള മാഗസിനുകളും പുസ്തകങ്ങളും ഒക്കെ വായന വളരെ വളരെ കുറവാണ്. പക്ഷേ ഫേസ്ബുക്കിലാകുമ്പം എനിക്ക് ഇപ്പം അടുത്ത് തന്നെ ഒരു 5000 ഫ്രണ്ട്സിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവർ വലിയ റീച്ച് കിട്ടുന്നുണ്ട്. പല രീതിയിലുള്ള സുഹൃത്തുക്കളിലൂടെ എൻ്റെ എഴുത്ത് ആസ്വദിക്കുന്നുണ്ട്. പല സുഹൃത്തുക്കൾ, ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ട്. അതിനുള്ള ലൈക്കും കമൻറ്റും ഒക്കെ തരുന്നുണ്ട്. വീണ്ടും വീണ്ടും എഴുതാനുള്ള ഒരു പ്രചോദനവും സ്നേഹവും ഒക്കെ അവർ തരുന്നുണ്ട്. നമ്മുടെ എഴുത്ത് ഒരുപാട് നീണ്ടുപോയാൽ, വലിയ എഴുത്താണെങ്കിൽ ആരും വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ട് ഒരു ലൈക്ക് അടിച്ച് അല്ലെങ്കിൽ വെറുതെ ഒരു എമോജി ഇട്ട് പോവുകയുള്ളൂ. അതേസമയം ചെറിയ ചെറിയ എഴുത്തുകളാണെങ്കിൽ അവർ വായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ പല എഴുത്തുകളും വായിച്ചിട്ട് തന്നെയാണ് പലരും എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേര് അഭിപ്രായം പറയുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമാണ്. ഭാവിയിൽ ഇനിയിപ്പോൾ പുതിയ ഒരു കഥാസമാഹാരം കൂടി ഉടനെ പബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് യാത്രാ വിവരണങ്ങളാണ്. എനിക്ക് യാത്രാ വിവരണങ്ങൾ എഴുതാൻ നല്ല താല്പര്യമുണ്ട്. ഇപ്പം ഈ പോയ ലഡാക്കും കാശ്മീരും
പിന്നെ സ്വിറ്റ്സർലാൻഡ്, പിന്നെ അങ്ങനെയുള്ള കുറേ ഒമാൻ യാത്ര നടത്തി ഞങ്ങൾ വരുന്നതിന് മുമ്പ്. അതൊക്കെ യാത്രാ വിവരണങ്ങളായി എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ പോകുന്നുണ്ട്, എല്ലാവരും താല്പര്യത്തോടെ വായിക്കുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത്, യാത്രാ വിവരണങ്ങളൊക്കെ ചേർത്ത് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു നോവൽ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. അതിൻ്റെ കുറേ ഒരു പകുതിയോളം എഴുതി വച്ചിട്ടുണ്ട്. ആദ്യം തൊട്ടുള്ള എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥയും അവിടെ ഗൾഫ് നാട്ടിൻ്റെ അവസ്ഥകളും അവിടുത്തെ കഥയും എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു നോവലായിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പകുതി മുക്കാലും എഴുതിയെങ്കിലും പിന്നെ അങ്ങോട്ട് തുടരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഉടനെ തുടങ്ങണം, അതിൻ്റെ ഒരു ആഗ്രഹമാണ്. കവിതകളേക്കാൾ എനിക്കിഷ്ടം കഥകൾ എഴുതാനാണ്. കവിത എനിക്ക് അത്ര അങ്ങോട്ട് വഴങ്ങും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ കഥകളാവുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ചിലപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ എഴുതാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കഥകൾ തന്നെയാണ് ഞാൻ കൂടുതൽ ഇനിയും എഴുതാൻ ആഗ്രഹിക്കുന്നത്. കവിത ഇനി എഴുതണമെന്ന് ആഗ്രഹമില്ല, എന്നാലും കുത്തിക്കുറിക്കും, ഫേസ്ബുക്കിലൊക്കെ ഇടും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരു പുസ്തകമായിട്ട് ഇറക്കണമെന്ന് എനിക്കങ്ങനെ ആഗ്രഹമില്ല. പിന്നെ കവിത വായനക്കാരും കുറവാണ്. കഥകളാകുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ വായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1000 കോപ്പി ആണ് ഇറക്കിയത് ഈ കഥാസമാഹാരം. അതിലൊരു 800ഓളം ഒക്കെ വിറ്റ് പോയിട്ടുണ്ട്. നല്ല വായിച്ചവരൊക്കെ ഏകദേശം എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് കഥകൾ മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ടെലിവിഷൻ കാണാറില്ല. ഒരു പരിപാടി അവിടെ വെച്ച് ക്യൂസ് പ്രോഗ്രാമുകളോ അതുപോലെ അത്യാവശ്യം ഇഷ്ടമുള്ള കുറച്ച് 1-2 സെലക്റ്റീവായിട്ടുള്ള പരിപാടികൾ മാത്രമേ കാണാറുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ടി വിയുടെ മുമ്പിലോട്ട് പോലും പോകാറില്ല. പിന്നെ അടുക്കളയിൽ എപ്പോഴും ഒരു റേഡിയോ വച്ചിരിക്കും. ആ റേഡിയോയിലൂടെയാണ് വാർത്തകളും മറ്റുള്ള പാട്ടുകളും ഒക്കെ ആസ്വദിക്കുന്നതും വാർത്തകൾ അറിയുന്നതും ഒക്കെ. അങ്ങനെയുള്ള സമയമാണ് എഴുത്തിലേക്ക് വിനിയോഗിക്കുന്നത്. തുഞ്ചൻ പറമ്പിൽ നിന്നെത്തിയ കാറ്റിന് മലയാള ഭാഷതൻ കുളിർ സുഗന്ധം, തുഞ്ചത്താചാര്യൻ്റെ നിശ്വാസമേറി തുഷാരക്കുളിരുമായെത്തിയ കാറ്റിത്, മാതൃവാത്സല്യത്തിൻ അമൃതവും പേറി താരാട്ടുശീലുമായെത്തിയ കാറ്റിത്, സത്യധർമ്മങ്ങളെ നന്മക്കതിരാക്കി സമൂഹ മനസാക്ഷി ഉണർത്തുന്ന കാറ്റിത്.